ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഹോബി സ്റ്റോറിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുള്ള യാൺസ് പരിചയപ്പെടുത്താൻ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാജിക് നീഡിൽസിൽ ഹോബി സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് യാൺസാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കറുപ്പ് കളറ് 4Playയുടെ കോട്ടൺ യാൺസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 100% കോട്ടൺ ആണ്. വെയിറ്റ് വരുന്നത് 150 ഗ്രാമാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 380 മീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 240 ആണ്. ചില ടൈമിൽ നമുക്ക് ഓഫർ ഉണ്ടാവും. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഒരു 6 പീസ് ബ്ലാക്ക് കളറും അതുപോലെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡും, അതിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇതിനിപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സ്കാൻ ചെയ്തിട്ട് നോക്കിയാലും നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സ് ഇത് ഏത് ഷെയ്ഡാണെന്നൊക്കെ കിട്ടും. അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്രീം ഷെയ്ഡാണ്. ക്രീം ഷെയ്ഡ് ഞാനൊരു 6 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പീസ് ഞാൻ എടുത്തു പോയി. അങ്ങനെ ഞാൻ 6 പീസ് ക്രീം ഷെയ്ഡും 6 പീസ് ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട്. 2 പീസ് പീച്ചും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഗ്രീന്, ഒരു ഡാർക്ക് ഗ്രീന്, പർപ്പിള്, ഡാർക്ക് പർപ്പിള്, 2 റെഡ്. ഇത്രയും ആണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ എത്രയുണ്ട് ലെങ്ത്ത് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഒരു ബോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇതാണ്. ഇത് 150 ഗ്രാമാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ യാണാണ്. മാജിക് നീഡിൽസ് എന്നുള്ള ഒരു സൈറ്റാണിത്. ഈ സൈറ്റ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് പിന്നെ ഏതൊക്കെ ഈ മെറ്റീരിയലാണ് യൂസ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലേബിൾ ഉള്ളതുകൊണ്ട് ലേബിളിലെല്ലാം ഉണ്ടാവും. അതുപോലെ ഇതിൽ കോഡുണ്ട്. ഈ കോഡൊക്കെ നിങ്ങൾ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സെയിം ഷെയ്ഡ്, ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ ക്രീം ഷെയ്ഡൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആണ്. ഇതിപ്പോൾ ക്രീമൊക്കെ നമുക്ക് സെയിം ക്രീമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ സൈറ്റിൽ പോയിട്ട് ഈ ഒരു കോഡ് അടിച്ച് നോക്കിയാൽ നമുക്ക് സെയിം കളറ് ബില്ല് കിട്ടും. പിന്നെ അതുപോലെ ഇത് ഏത് സൈസ് ഹുക്ക് സൈസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ കൊടുക്കും. സൈസ് ആണെങ്കിൽ 3 mmൻ്റെ ഹുക്ക് സൈസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. UK സൈസ് ആണെങ്കിൽ നമുക്ക് 11 എന്നുള്ള ഒരു നമ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ സൈറ്റിൽ മാജിക് നീഡിൽസ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടൺ മാത്രമല്ല ഒരുപാട് വെറൈറ്റി യാൺസും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ ആണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 4Play ആണ് ഉണ്ടോ. നല്ല ഒരു ഫിനിഷിങ്ങും ഷൈനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വേണ്ടവരാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് അതുപോലെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എവിടെ നിന്നാണ് യാൺസ് വാങ്ങിക്കാമെന്ന്. ഞാൻ മെയിനായിട്ട് യാൺ ഹട്ട് എന്നുള്ള ഒരു പേജിൽ നിന്നും മാജിക് നീഡിൽസ് പ്രധാന എംബ്രോയ്ഡറി സ്റ്റോർസ് ഈ ഒരു 3 സ്ഥലത്തു നിന്നാണ് ഞാൻ ഇതുവരെ യാൺസ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യാൺസ് ഹുക്സ് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സേക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ യാണ് വാങ്ങിക്കാനോ അതല്ല ഇതുപോലെ ക്രോഷേഡ് പഠിക്കാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇത് ഓൺലൈനിലായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മൾ ക്രോമോ ഗൂഗിളോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് മാജിക് നീഡിൽസ് അടിച്ച് നോക്കാം.
മാജിക് നീഡിൽസ് എന്ന് അടിക്കുമ്പോൾ തന്നെ ആ സൈറ്റ് മുകളിൽ ഇങ്ങനെ വരും. അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഹോബി സ്റ്റോർ ബൾക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഹോബി സ്റ്റോറാണ് മെയിനായിട്ട് അവരുടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി യാൺസ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണാം. പിന്നെ അതായത് നമുക്കിപ്പോൾ ഷോപ്പ് ചെയ്യാനാണെങ്കിൽ ഷോപ്പ് നൗ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കുറേ യാൺസ് കാണാൻ പറ്റും. ഇതൊക്കെ ബൾക്കി യാൺസ് ആണ്. അതുപോലെ മൾട്ടി കളറ് യാൺസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏത് യാണാണോ വേണ്ടത്, നമുക്കിപ്പോൾ കോട്ടൺ യാണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കോട്ടൺ യാൺ തന്നെ അടിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ താഴത്തേക്ക് വെറൈറ്റീസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതും ഹോബി സ്റ്റോറിൻ്റെ ലേബിൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് 8 പ്ലേൻ്റെ യാണാണിത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 പ്ലേ ആണെങ്കിൽ കോട്ടൺ യാൺ 4 പ്ലേ എന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അക്രിലിക് ആണെങ്കിൽ അക്രിലിക് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ കുറച്ച് 8 പ്ലേ ആകുമ്പോൾ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏത് ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് കോട്ടൺ ആണോ, ഇതിലെന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഫുള്ള് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അതുപോലെ നമുക്ക് ഇങ്ങനെ പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ 3, 4 എത്ര പീസാണോ വേണ്ടത് അത്രയും പീസ് ഇങ്ങനെ പ്ലസ് ബട്ടൺ നിൽക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആഡ് ടു കാർട്ടിലിടാം. അപ്പോൾ അറ്റ് കാർഡിലിടുമ്പോൾ നമുക്ക് 799 രൂപേൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചിട്ട് നമ്മളെ സ്പെല്ലിംഗ് ഇതൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേൻ്റെ ആ ഒരു UPI ഏതാ ബാങ്ക് ട്രാൻസ്ഫറോ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ UPI ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വരുന്നത് എനിക്ക് 1170 അപ്പോൾ നമുക്ക് പേ നൗ നിൽക്കാം. സാധാരണ നമ്മൾ എല്ലാത്തിലും ചെയ്ത പോലെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. അപ്പോൾ പേ നൗവിൽ കാണിക്കും അവർ നെറ്റ് ബാങ്കിങ് ആണോ അതേ വാലറ്റ് ആണോ അല്ലെങ്കിൽ ഈ കാർഡാണോ എന്നൊക്കെ കാണിക്കും. അപ്പോൾ ഗൂഗിൾ പേ ആണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ.